ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അതിശക്തമായി ലഗ്നത്തിൽ തന്നെയാണ്. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു ശുക്രൻ. ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് വളരെ ബലമാണ്. നാം സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ബലം, മറ്റൊരാളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴല്ല. അതിനാൽ ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക്, ഇടവൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. സ്മരനിപുണ സുഖി എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. സ്മരനിപുണ, കാമകലകളിൽ നിപുണനാകും. സുഖി, നല്ല സുഖത്തോടുകൂടി ജീവിക്കും. നല്ലൊരു ഫലമാണ്. പുതിയ വീട്, പുതിയ ഭൂമി, ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ, സമാജത്തിൽ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള അവസ്ഥ സംജാതമാക്കുന്നു ഈ ശുക്രൻ ഇടവൻ രാശിക്കാർക്ക്. എപ്പോൾ? ഈ മെയ് 15 വരെയുള്ള സമയം. സമീചീനം അംഗം സമീചീന സംഘം സമീചീന ബഹു അംഗന ഭോഗയുക്ത എന്നാണ് ചമത്കാരം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമീചീനം അംഗം, നല്ല മനോഹരമായ സമീചീനമായ ശരീരമുണ്ടാവുക.
സമീചീന സംഘ, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക. സ്ത്രീ വിഷയം, വിവാഹ വിഷയം, ഗേൾ ഫ്രണ്ട്സ്, പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ട്സ്, ഇതൊക്കെ വരുന്ന സമയമാണ്. സമീചീന ബഹു അങ്കനാഭോഗയുക്ത, ധാരാളം അങ്കനകൾ സ്ത്രീകളുമായുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കും സൗഹൃദത്തിലൂടെ. സമീചീന കർമ്മ, നല്ല ജോലിയിലേക്ക് പ്രവേശിക്കും. സമീചീന ശർമ്മ, നല്ല സുഖം ലഭിക്കും. സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തി, ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ശുക്രൻ ഇവിടെ ഇടവൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 12ാം ഭാവാധിപനാണ്. പാപങ്ങളും വ്യയങ്ങളും പതനങ്ങളും ഇവിടെ വളരെ ശ്രദ്ധിക്കണം. 12ാം ഭാവാധിപനായ ഗ്രഹം ലഗ്നത്തിൽ വരുമ്പോൾ സ്നേഹത്തിലൂടെ ദുഃഖങ്ങൾ വരും. പലപ്പോഴും തനിക്ക് സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, താൻ ചതിക്കപ്പെടുക. അതിനാൽ വളരെയധികം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ 12ാം ഭാവം വ്യയമാണ്. അനാവശ്യമായ ദുർവ്യയങ്ങൾ, ഭോഗസുഖത്തിന് വേണ്ടി ധാരാളം കാശ് ചെലവാക്കും. തനിക്ക് എടുത്താൽ പൊന്താത്ത രീതിയിൽ ചില വസ്തുക്കൾ വാങ്ങുക, അത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക, വീട് വാങ്ങുക, വാഹനം വാങ്ങുക, വേണ്ടാത്ത ഫർണിച്ചറുകൾ വാങ്ങി വീട്ടിൽ കൂട്ടിയിടുക, അതിൻ്റെ പേരിൽ ഭാവിയിൽ ലോൺ മുതലായവ അടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരിക, ഇതൊക്കെ സംഭവിക്കും. പിന്നീട് 7ാം ഭാവാധിപനാണ്. വിവാഹം ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. ഇവിടെ വിദേശയാത്ര, വിവാഹ വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ ഈ മെയ് 15 വരെയുള്ള സമയത്ത് ശുക്രൻ നന്നായി തരുന്നതാണ്. ഉത്സാഹിക്കുക. എല്ലാ നന്മകളും.